കാർഡിയാക് ഫിറ്റ്നസ് അല്ല നോക്കുന്നത്. ഓക്കെ, ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളെ ഫിറ്റ്നസ് ടെസ്റ്റാണ്, അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ അസസ്മെൻറ്റ് ടെസ്റ്റ് എടുക്കാനുള്ള കാരണം നിങ്ങളെ കണ്ടീഷൻ എന്താണ് ഒന്നും നമുക്കറിയില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവർ ചിലപ്പോൾ ഒരു സൂചി അടിക്കും നമുക്ക്. എന്നിട്ട് പറയും നിങ്ങൾ അരമണിക്കൂർ ഇരിക്കൂ, എന്നിട്ട് ചൊറിച്ചിലുണ്ടോ, എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ, തല മിന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് മെയിൻ സൂചി വെക്കുക. ഈ സൂചി വെക്കുന്നതിന് മുന്നേ ആ ഒരു ഘട്ടമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി നമ്മളിപ്പോൾ മെയിൻ സൂചിയിലേക്ക് അടിക്കുകയാണ്. ബേസിക് അസസ്മെന്റ് നമ്മൾ ഓൾറെഡി എടുത്തത്. അതായത് ബേസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ബേസ് ട്രെയിനിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അത് കൂളായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വർക്കൗട്ട്, അതാണ് ബേസ് ട്രെയിനിങ്. അതുപോലെ അയാളെ ശ്വസന വ്യവസ്ഥയിൽ, അതായത് കിതപ്പുകളൊന്നും ചെന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസ് ട്രെയിനിങ് എന്ന് പറയില്ല. കിതപ്പൊന്നും വരാതെ കൂളായിട്ട് സംസാരിക്കുന്ന ട്രെയിനിങ്ങിനെയാണ് നമ്മൾ ബേസ് ട്രെയിനിങ് എന്ന് പറയും. അപ്പോൾ അത് നമ്മളെ ഹാർട്ട് റേറ്റിൻ്റെ ഒരു 40% ഇൻറ്റൻസിയിലേക്ക് ചെയ്യാൻ പാടുള്ളൂ. അത് മാത്രമല്ല 20 മിനിറ്റെങ്കിലും മിനിമം ചെയ്യുന്നതിനാണ് എക്സസൈസ് എന്ന് പറയാം. നമ്മളൊരു 18 മിനിറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്താൽ നമ്മൾ അതിനൊരു വർക്കൗട്ടായിട്ട് പറയാൻ പറ്റും. അപ്പോൾ 20 മിനിറ്റ് ചെയ്യണം. അസസ്മെൻ്റ് ഒന്നും അതിലില്ല. അതേപോലെ കിതപ്പുകൾ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൂളായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമ്മളെ ഒരു പോസിറ്റീവ്, അതായത് ബിൽഡ് പോസിറ്റീവ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് ഒരു പോസിറ്റീവായ എക്സ്പീരിയൻസ് തരിക, നിങ്ങൾ റെഗുലർ ആക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വർക്കൗട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. ഇതാണ് ബേസ് ട്രെയിനിങ്ങിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന അസസ്മെൻറ്റ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് എടുക്കുമ്പോൾ ഒരുപാട്, അതായത് നിങ്ങളെ ഹാർട്ടിൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ മസ്കുൽ സ്ട്രെങ്ത്ത്, നിങ്ങൾ ഒറ്റയടിക്ക് എത്ര വെയിറ്റ് എടുക്കുന്ന ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ മസ്കുൽ എൻഡ്യൂറൻസ്, ഈ വാക്കിംഗ് പോലുള്ള ആക്ടിവിറ്റി എത്ര സമയം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി, എത്രത്തോളം നിങ്ങളെ ബോഡിക്ക് മേവായിക്കുണ്ട്, ഹൗ മച്ച് യു ക്യാൻ ബെൻഡ് ആൻഡ് ട്വിസ്റ്റ് യുവർ ബോഡി. പിന്നെ കോർ സ്ട്രെങ്ത്ത്, അതുപോലെ പ്രോപ്രിയോസെപ്ഷൻ, ബോഡിൻ്റെ ബാലൻസ്. കാരണം നമ്മളെ മസിലിൽ ഒരുപാട് ന്യൂറോ മസ്കുലർ ഫെസിലിറ്റേഷൻ ഉണ്ട്. സെൻസർ, മോട്ടോർ, പ്രോപ്രിയോസെപ്ഷൻ, അതേപോലെ തന്നെ GTO, ഗോർഗി ടെൻഡൻ ഓർഗൻ, മസിൽ സ്പിൻഡൽ, ഇതൊക്കെ പറഞ്ഞാൽ മസിലിൻ്റെ ഉള്ളിലുള്ള ന്യൂറോണുകളാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏജ് ആയോ ഇല്ലേ എന്നൊക്കെ നമുക്ക് നമ്മളെ മസിലും ബ്രെയിനും തമ്മിലുള്ള കോർഡിനേഷൻ എത്രത്തോളം ഉണ്ട്. ഈ കോർഡിനേഷൻ കുറയുന്നതിനാണ് നമ്മൾ വയസ്സായി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാർട്ട് റേറ്റ് എടുക്കുന്നു. അപ്പോൾ സാർ ഇവിടെ വന്നിട്ട് ഹാർട്ട് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും വേണ്ട, ആദ്യം നമ്മൾ ഹാർട്ട് റേറ്റ് എടുക്കും. ഇത് നമ്മൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എടുക്കും. ഈ ഒരു ഹാർട്ട് റേറ്റ് ഇങ്ങനെ ഡൗൺ ആയി വരും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നു അല്ലേ? കാരണം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളെടുത്ത മൂന്ന് ദിവസത്തെ വർക്കൗട്ട് ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഭക്ഷണം കഴിക്കാതെ വന്നായിരുന്നു. അല്ല, അത് നിങ്ങൾക്ക് രാവിലെ കഴിച്ചിരുന്നു. അത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അതായത് ഫ്രൂട്ട്സ് കഴിക്കാം, ബിസ്ക്കറ്റൊക്കെ. ഇപ്പം നമുക്ക് ചെയ്യാനെന്താ വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് എനർജിയാണ് വേണ്ടത്. നിങ്ങളെ എനർജിയാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അതാണ് നിങ്ങൾ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് വരണം. 2 ഗ്ലാസ് വെള്ളം വേണം, നല്ല സ്വെറ്റ് ആവും നിങ്ങൾ. ഞാൻ കഴിച്ചു, 2 റോബസ്റ്റ് കഴിച്ചു, അത് മതി. ഓക്കെ, എത്ര ഹാർട്ട് റേറ്റ് വന്ന് ലാസ്റ്റ്? നമ്മൾ കൈ എടുത്തിരുന്നോ? എടുത്തില്ല, കൈ എടുത്തിട്ടൊന്നും 83 ആയിരുന്നു കണ്ട്. 83 ഓക്കെ. ഒന്ന് കൈ സ്വെറ്റായോ? ഇനിയിപ്പോൾ നമ്മൾ വിയർക്കും, അതാണ് ഒരു വിഷയം. ഫാൻ ഇട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ AC-ൻ്റെ ഇത് ഓഫാക്കി തരാം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് 91, ഈ ഒരു ഹാർട്ട് റേറ്റ് ഇങ്ങനെ കുറഞ്ഞ് ഏതുവരെ വരും നമ്മൾ നോക്കും. 80 ആ ലാസ്റ്റ് വരുന്ന ഹാർട്ട് റേറ്റ് നമ്മളിവിടെ ചെയ്തു. ഇപ്പോൾ 89 അത് ഇങ്ങനെ കാണിക്കില്ലേ? 88, 87, അത് 87. അപ്പോൾ നിങ്ങൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഇപ്പോൾ 87 ആണ്. സത്യത്തിൽ ഇന്നലെ നമ്മൾ ഫസ്റ്റ് ദിവസം നോക്കി അന്ന സമയത്തിലേറെ ഹാർട്ട് റേറ്റ് കൂടുതലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇന്നലത്തെ ഉറക്കോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ, ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരും. അതുകൊണ്ടായിരിക്കും ഹാർട്ട് റേറ്റ് ഞാൻ പറഞ്ഞിരുന്നു ആ സമയത്ത് തന്നെ. അപ്പം ഞാൻ നിങ്ങൾ എന്ത് ചെയ്തു, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഇവിടെ 87. ഓക്കെ.
ഇനി നമ്മൾ ടെസ്റ്റിലേക്ക് കയറുകയാണ്. ഓക്കെ. അപ്പോൾ ഇനി ഞാനിത് ഓൺ ചെയ്തു. ഓക്കെ. നമ്മൾ ഈ ഒരു ടെസ്റ്റ് വെറുതെ നടന്നാൽ മതി. ഇത് വെറും സ്പീഡ് വെറും 4 ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വെറും 4. കാരണം എന്താ അറിയോ, ഇത് പറഞ്ഞാൽ ഒരു 100 വയസ്സായ ഒരാൾക്ക് പോലും കൊടുക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ കണ്ടമാനം ആളായിട്ട് ഓടിപ്പിച്ച് ആളെ ഹോസ്പിറ്റലൈസർ ആക്കുന്ന പരിപാടിയല്ല. ഓക്കെ. ഇത് എത്ര സമയം ചെയ്യണം? ഇത് ഒരു 15 മിനിറ്റുള്ള ടെസ്റ്റാണ്. 15 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ മിനിറ്റിലും നിങ്ങൾ ഹാർട്ട് റേറ്റ് ഞാൻ നോക്കും. ഓരോ മിനിറ്റിലും ആ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ഹാർട്ട് റേറ്റ് ഇപ്പോൾ 75 എന്നുള്ളത് 80, 85, 90 അങ്ങനെ കയറി പോവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ. അത് 85, 95, 105 ഇങ്ങനെ 10, 15 കയറി പോവാണെങ്കിൽ സംതിങ് റോങ്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ട്രെയിനിങ് ചെയ്യാം അല്ലേ? ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹാർട്ട് റേറ്റിനനുസരിച്ചുള്ള ഒരു വർക്കൗട്ട് ആയിരിക്കും നിങ്ങൾക്ക് നമ്മൾ സെറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ 0 ആവുമല്ലോ നിങ്ങൾ. ഇവിടെ 0 ആവുമ്പോൾ നിങ്ങളിവിടെ കൈ ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങളെ ഹാർട്ട് റേറ്റ് നേരത്തെ 87 ആയിരുന്നല്ലോ, ഇനി ഹാർട്ട് റേറ്റ് മാറും. എടുക്കാം 94. ഇപ്പം 87 എന്നുള്ള ഇപ്പം എത്ര കൂടി? 6 എണ്ണം കൂടിയില്ലേ? 87 ആയി. നോർമലായിട്ടാണ്. നമ്മളൊന്ന് കൂട്ടി. ഫസ്റ്റ് മിനിറ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആണല്ലേ? കറക്റ്റ് ആയിട്ട് 9 വരെ ഓക്കെയാണ്. ആ റേഷ്യോയിലാണ് കൂടി വരേണ്ടത് അല്ലേ? ഇനി നമ്മളിവിടെ 0 ആകുമ്പോൾ വീണ്ടും നമ്മൾ കൈ ഇവിടെ ഹോൾഡ് ചെയ്യും. അതായത് നിങ്ങളെ ഹൃദയം കാര്യക്ഷമമായിട്ടാണോ പ്രവർത്തിക്കുന്നത്? അതിങ്ങനെ വേരിയേഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ട്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യല്ലോ, TMT. ഏകദേശം ചെയ്യുന്നത് ആ രീതിയിലാണ്. പക്ഷെ ഇതിലാണെങ്കിൽ സ്പീഡിൽ നമ്മൾ മാറ്റം വരുത്തുന്നില്ല. ഇനി നിങ്ങൾ കൈയോടെ ഹോൾഡ് ചെയ്തോളൂ. സെൻറ്ററിൽ വിട്ടു. ഞാൻ സാധാരണ ആരെയും ടെസ്റ്റ് പൊതുവെ എടുക്കൽ കുറവാണ്. ഞാൻ വന്നെടുത്താണ്. പിന്നെ 97 കൈ എടുത്തോളി. 97 3 കൂടി, അത് നല്ലതാണ്. ഓക്കെ. അങ്ങനെ എൻ്റെ ആദ്യത്തെ പരീക്ഷ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സാർ, എന്താണ് എൻ്റെ മാർക്കൊക്കെ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പിന്നെ അന്ന് നമ്മൾ എടുത്തപ്പോൾ 74 ആയിരുന്നു. പക്ഷേ നിങ്ങൾ പറഞ്ഞു ഞാൻ ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ 87 ആണ് റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ്. അത് ഇത്തിരി കൂടുതലാണ്. കുഴപ്പമില്ല. പിന്നെ ഇതിൽ നിങ്ങളെ പോസ്റ്റ് ഹാർട്ട് റേറ്റ്, അതായത് വർക്കൗട്ട് നിങ്ങൾ മാക്സിമം ഒരു 12 മിനിറ്റ് കൂപ്പർ ടെസ്റ്റ് ചെയ്തപ്പോൾ 143 ആണ് നിങ്ങളുടെ ഹാർട്ട് റേറ്റ് വന്നത്. പക്ഷേ അത് വന്നത് കറക്റ്റാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ വരുന്ന രീതിയിലാണ്. അതായത് 87 വന്നു. പിന്നെ നെക്സ്റ്റ് മിനിറ്റിൽ 94, അത് കഴിഞ്ഞ് 97, അത് കഴിഞ്ഞ് 112, അതായത് 112, 123, 127, 130 ഇങ്ങനെ ഗ്രാജുവലി ആണ് ഇത് ഇൻക്രീസ് ആയി വന്നത്. അപ്പോൾ നിങ്ങൾ പിന്നെ എനിക്ക് തോന്നുന്നത് ആ സിറ്റുവേഷൻ എത്താനുള്ള കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് നിങ്ങളിപ്പോൾ 3 ദിവസമായിട്ട് കണ്ടിന്യൂ ബേസ് ട്രെയിനിങ് ചെയ്യാണ്. അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങളൊന്ന് സെറ്റായി. അതുകൊണ്ടാണ് ഈ ഒരു കറക്റ്റ് ഒരു സ്റ്റെപ്പ് ആയിട്ട് വന്നത്. ഫസ്റ്റ് ടെസ്റ്റ് നമ്മളിപ്പോൾ എയറോബിക് എൻഡ്യൂറൻസ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എടുത്തു, പോസ്റ്റ് വർക്കൗട്ട് ഹാർട്ട് റേറ്റ് എടുത്തു, പിന്നെ റിക്കവറി ഹാർട്ട് റേറ്റ് എടുത്തു. പിന്നെ നമ്മൾ ഇതിലൊരു കാൽക്കുലേഷൻ ഒക്കെ ഉണ്ട്. ഈ കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പിന്നെ ത്രെഡ്മില്ല് യൂസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓടണോ അതോ. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങളെ മസ്കുൽ സ്ട്രെങ്ത് ആണ്. എത്രത്തോളം നിങ്ങളെ ഫസ്റ്റ് അപ്പർ ബോഡിയാണ്, അപ്പർ ബോഡിക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ വാമപ്പ് ആയിട്ട് എന്ത് ചെയ്യും, വളരെ ലെസ് ആയിട്ടുള്ള ഒരു വെയിറ്റ് ഇട്ടതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി നിങ്ങളൊന്ന് ഇരിക്കുക, സീറ്റ് ഒന്നുകൂടി പൊങ്ങണം. കാരണം നിങ്ങളെ ചെസ്റ്റിൻ്റെ ഡയറക്ഷൻ അല്ല ഇത്. ഏകദേശം ചെസ്റ്റിൻ്റെ ഡയറക്ഷനിലാണ് ഇത് വരേണ്ടത്. ഓക്കെ. ഇനി കാലിതിൽ ഇവിടെ വെക്കുക. ഇനി നിങ്ങളെന്ത് ചെയ്യുക, ഒരു 15 റെപ്പിറ്റേഷൻ വാമപ്പ്, അതായത് ഈ മസിലുകൾക്ക് ഒരു വാമ കൊടുക്കുകയാണ്. ഓക്കെ, പ്രസ് ചെയ്യാം. ഓക്കെ, 15. 1 2 ഇവിടെ വരും, ബ്രീത്ത് ഔട്ട്. യെസ്. 4. ഓക്കെ. ഇനി നിങ്ങളെ ബോഡി വെയിറ്റ് ഓക്കെ 3 ചെയ്തു അല്ലേ? അങ്ങനെ ഇതാണ്. ഇങ്ങനെ ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 32 3. ഇനി വെയിറ്റ് കുറക്കല്ലേ? വേണ്ട, ഇനി 32 3 ഇനി അതില്ല, അത് കഴിഞ്ഞു.
അതിൽ ആ വർക്കൗട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോവർ ബോഡി സ്ട്രെങ്ത് ആണ്. അപ്പർ ബോഡി സ്ട്രെങ്ത് നമ്മൾ എടുത്തു. പിന്നെ ഡോക്ടർ ഏകദേശം ഒരു 32 വെയിറ്റിൽ ഏകദേശം ഒരു 3 റെപ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഓക്കെ, കാലിതിനുള്ളിലേക്ക് വരട്ടെ. ഇനി കാലുകൊണ്ട് എത്ര പൊക്കാൻ പറ്റുന്നുള്ളതാണ്, കാലുകൊണ്ട് എത്ര പൊക്കാൻ പറ്റുന്നുള്ളത് നോക്കല്ലേ. ആദ്യം വാമപ്പ് ചെയ്യാം. നിങ്ങളെ മെഷീനറി ഒക്കെ ഫുൾ സെറ്റപ്പ് അല്ലേ? ഫുള്ള് നിങ്ങളവിടെ അടിച്ചൊന്നും വിഷയമല്ല, ഇവിടെ നമ്പർ കറക്റ്റായിട്ട് വരും. ഒന്നും അറിയുന്നില്ല, ചീറ്റിങ് നടക്കൂല. ഇത് വാമപ്പാ, ഇത് വാമപ്പാണ്. ഇത് ചെയ്യുമ്പോൾ കാൽ ടോ കീപ്പ് ഇൻ സ്ട്രൈറ്റ്. യെസ്, കൈ രണ്ടും സൈഡിൽ ഹോൾഡ് ചെയ്യാം. ഒരു 15 സ്ലോ ആയിട്ട് ചെയ്യാം. 1 3 4. നമ്മൾ 32 ഇട്ട സ്ഥിതിക്ക് ലോവർ ബോഡി എന്തായാലും അപ്പർ ബോഡിയിലെ സ്ട്രോങ് ആയിരിക്കണമല്ലോ. അപ്പോൾ നമ്മളൊരു 40 ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 40 അല്ലേ? 40 നിങ്ങൾ എത്ര ചെയ്യാം? അടില്ല, ഒരു സെക്കൻഡ്. 1 ഓക്കെ, 2 ഓക്കെ, 3 10 12. ഏകദേശം 41 kg 11 റെപ്സ് ചെയ്തു. ഒന്നും നിങ്ങൾ കൂട്ടിയില്ല? ഇല്ല. അവിടെ എത്ര വന്ന്? അവിടെ വന്നിട്ട് കറക്റ്റ് അവിടെ 3 വന്നിട്ടുള്ളൂ. പോട്ടെ, പ്രശ്നമാക്കണ്ട. 41 കിലോ. ശരിക്കും അത്ര ഉയരത്തിൽ പൊന്തിയാലേ ഇവിടെ കാണിക്കൂലേ റെപ്സ്. പക്ഷെ നമുക്ക് എഫോർട്ട് വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങളൊരു എളുപ്പമുള്ള മാഷായതുകൊണ്ട് രക്ഷപ്പെട്ട്, അല്ലെ ഇപ്പൊ തോറ്റു പോകും പരീക്ഷ. എന്താ വെച്ചാൽ നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മളും കൂടി ഒരു ഓക്കെ. ഞാൻ ഇനിയിപ്പോൾ നമ്മൾ എൻഡ്യൂറൻസിലേക്ക് കയറുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അവിടെ കിടക്കുക. പ്ലാങ്ക് പൊസിഷനാ? അല്ല, മലർന്ന് കിടക്കുക. മലർന്ന്? യെസ്, ഇങ്ങനെ കിടക്കുക. മുട്ട് മടക്കുക. മുട്ട് മടക്കുക. കാലിവിടെ. ഓക്കെ, നിങ്ങൾ എന്താ എൻ്റെ കയ്യിൽ വന്ന് ടച്ച് ചെയ്യാം. എങ്ങനെ? അവിടുന്ന് എന്നെ ഇവിടെ നിന്ന് ടച്ച് ചെയ്യാം. ഇനി അങ്ങോട്ട് തന്നെ റിട്ടേൺ പോവാം. ഓക്കെ, 3 4 5 6 7 8 9 10 11 15 16 17 3 24. ഓക്കെ, മതി. ഷോൾഡർ വിടുത്ത പാട്ടിൽ നിൽക്കുക. ഓക്കെ, കറക്റ്റ് അല്ലേ? കുറച്ചും കാല് വൈഡാക്കുക. യെസ്. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ക്യാമറ കണ്ടോ, ഒരു പോയിന്റിലേക്ക് തന്നെ നോക്കുക. ആ നോട്ടം മാറേ ചെയ്യേണ്ട. കൈ രണ്ടും മേലെ കൊണ്ടുവരാം. യെസ്, രണ്ടും കൂടി ചേർത്ത് പിടിച്ചോളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, 2 കൈയും 2 സൈഡിലും ടച്ച് ചെയ്തിട്ട് വേണം പൊങ്ങാൻ. ഞാൻ ടൈമർ ചാലു വെക്കാണ്. അപ്പോൾ നിങ്ങൾ ഗ്രൗണ്ട് ഇരിക്കുമ്പോൾ ഹെഡ് താവാൻ പാടില്ല, ചിൻ ടെക്കായിരിക്കണം. എന്നിട്ട് 2 കൈയും 2 കാലിൻ്റെ 2 സൈഡിൽ ടച്ച് ചെയ്ത് വരണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സൈഡിൽ അങ്ങോട്ട് കൊണ്ടുപോകാം, കൈ അങ്ങോട്ട് കൊണ്ടുപോകണം. നേരെ ഇവിടെ ഒന്ന് പൊങ്ങിയാൽ മതി. യെസ്, ഗ്രൗണ്ട് ടച്ച് ചെയ്യണം. അപ്പോൾ തല അങ്ങോട്ട് താവാൻ പാടില്ല. നിങ്ങളെ നോട്ടം ആ ക്യാമറയിലേക്കായിരിക്കണം. അങ്ങനെ നോക്കി, ഇതാ സിമ്പിൾ. നേരെ അങ്ങനെ ഇരിക്കുക. 2 കൈയും സൈഡിൽ ടച്ച് ആവണം. ആ ടച്ച് ആണേ കൗണ്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഗ്രൗണ്ടിൽ ടച്ച് ആയില്ല, അതുകൊണ്ട് കൗണ്ട് ആവില്ല. 1 2 3 ക്യാമറയ്ക്ക് തന്നെ നോക്കുക. 4 5 6 7 8 9 10 11 17 18 7. ഓക്കെ, നോസ് നിങ്ങൾ മൂക്ക് ടച്ച് ചെയ്താലേ ഒന്നായിട്ട് കൂട്ടുള്ളൂ. ആണോ? അതാണ് പ്രശ്നം. യെസ്, 1. നിങ്ങൾ മൂക്ക് നീട്ടില്ല, അതിന് വേണ്ടിയിട്ട് 2
ഞാൻ ആദ്യമായിട്ടാണ് പുഷപ്പ് അടിക്കാൻ വേണ്ടി മൂക്ക് ഒരാൾ നീട്ടണ കാണുന്നത്. 3 4 5. നമ്മളെ കഴുത്തിന് ഇത്ര നീളമുണ്ട്, ഞാൻ എപ്പോഴാണ് അറിയണേ. ഇങ്ങനെ ചെറിയ ഇപ്പം തല കുത്തനെയൊന്നും ആവില്ല. ആവുന്നാവില്ല ഒക്കെ ഇതെങ്ങനെ വെച്ചാലും ക്ലിയറാ. സെക്കൻഡ് റൈറ്റ് ലെഗ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യാം. ലിഫ്റ്റ് ലിഫ്റ്റ് ചെയ്ത് അവിടെ വെക്കണം. ലിഫ്റ്റ് ചെയ്താൽ വെക്കില്ല, ഇങ്ങനെ കണ്ണടക്കും വേണം. കണ്ണടക്കേ വേണം. യെസ്. പോരാ, ബാലൻസ് പോരല്ലേ? ഒരു സെക്കൻഡിൽ നിൽക്കണ്ടേ, അതിനുള്ള അവസരങ്ങൾ കൊടുക്കണില്ല. അറിയേ കണ്ണടച്ച് നിൽക്കണ്ടോ? അവിടെ പെയിൻ വരുന്നു. മറ്റേ കാലം ചെയ്ത് നോക്കി. 2 കൈ സ്ട്രേറ്റ് സൈഡിൽ വരട്ടെ. 90 ഡിഗ്രി കാല് പൊങ്ങട്ടെ. ഞാൻ കുറച്ച് പണിയുണ്ട്, വീട് പണി തീർക്കും ഞങ്ങളെന്നാ തോന്നുന്നത്. കൈ 2 സൈഡിൽ വരട്ടെ. നീ ഇങ്ങനെ വരട്ടെ, മറ്റേ കൈ അങ്ങനെ വരട്ടെ. കാല് 90 ഡിഗ്രി വരട്ടെ. കണ്ണടച്ചിനപ്പോൾ 1 സെക്കൻഡൊക്കെ ഉള്ളൂ, അത് മതി.